സീരിയൽ താരം ഗൗരി കൃഷ്ണന്റെ ജീവിതത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത തരത്തിൽ വിമർശനം കേൾക്കേണ്ടി വന്നതും സൈബർ ബുള്ളിംഗ് ഉണ്ടായതും താരത്തിന്റെ വിവാഹത്തിന്റെ സമയത്തായിരുന്നു. വിവാഹ വീഡിയോ പകർത്താനായി തടിച്ചുകൂടിയ ഓൺലൈൻ മീഡിയ കാരണം അന്ന് നടിക്കുണ്ടായ പൊല്ലാപ്പുകൾ ചില്ലറയല്ല. മീഡിയ നൽകിയ ക്യാപ്ഷനുകളും തംബ്നെയിലും ഫോട്ടോകളും കാരണം അഹങ്കാരി എന്ന പട്ടം വരെ പ്രേക്ഷകർക്കിടയിൽ തനിക്കുണ്ടാക്കിയെന്ന് പറയുകയാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ ഗൗരി കൃഷ്ണൻ. കല്യാണം കഴിഞ്ഞ് ഒരു വീട്ടിലേക്ക് പെൺകുട്ടി ചെല്ലുമ്പോൾ ആദ്യം എല്ലാവരാലും ഒന്ന് ജഡ്ജ് ചെയ്യപ്പെടും. അത് നാച്ചുറലാണ്. നേരത്തെ തന്നെ അഹങ്കാരി എന്നൊരു പട്ടം എനിക്ക് വന്നതുകൊണ്ട് എങ്ങനെയാകും ഞാൻ ജഡ്ജ് ചെയ്യപ്പെടുകയെന്ന് ഊഹിക്കാമല്ലോ. അതൊന്നും മീഡിയക്കാർക്ക് അറിയേണ്ടല്ലോ. എൻ്റെ ഒരു ഇമോഷൻസും ഞാൻ ഒളിപ്പിക്കാറില്ല. ഫേക്കായി നിൽക്കാൻ എനിക്കറിയില്ല. മരണം വരെ ഇങ്ങനെ നിൽക്കാനേ എനിക്ക് പറ്റൂ. പല സിറ്റുവേഷനിലും അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. പക്ഷേ അധികകാലം അങ്ങനെ നിൽക്കാൻ പറ്റാതായതോടെ ആ ശ്രമം ഉപേക്ഷിച്ചു. കല്യാണത്തിന് ശേഷം ആത്മഹത്യകൾ സംഭവിക്കുന്നതും കൊലപ്പെടുന്നതുമായ വാർത്തകൾ കേൾക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയണം, വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ചിലത് ചെയ്തു വെച്ചിട്ടുമുണ്ട്. പക്ഷേ എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഇടുന്നത് കറക്റ്റായിരിക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷെ മറ്റൊരു ക്യാപ്ഷനിൽ വരുമ്പോൾ ഇത് മാറിമറിയും. ഞാൻ കാരണം മറ്റൊരാളെ ഒന്നും ബാധിക്കരുതെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ആ വീഡിയോകൾ പോസ്റ്റ് ചെയ്യാത്തത്. ഇപ്പോൾ ഞാൻ എന്തിട്ടാലും ചിലരെ ബാധിക്കുന്ന അവസ്ഥയാണെന്ന് ഗൗരി പറയുന്നു. വിവാഹത്തിന് ഗൗരി ഇമിറ്റേഷൻ ആഭരണങ്ങൾ ആയിരുന്നു ഏറെയും ധരിച്ചിരുന്നത്. സ്വർണം ധരിച്ച് വിവാഹത്തിന് എത്തിയില്ലെന്നതിൻ്റെ പേരിൽ നിരവധി സ്ത്രീകൾ തന്നെ വിമർശിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തുവെന്നും ഗൗരി പറയുന്നു. വിവാഹത്തിന് സ്വർണം ധരിച്ചില്ലെന്നതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിരുന്നു. പുരുഷന്മാരെക്കാൾ കൂടുതൽ എന്നെ വിമർശിച്ചത് സ്ത്രീകളാണ്. സ്ത്രീകളുടെ ചിന്താഗതിയുടെ പ്രശ്നം കൊണ്ടാണ് സമൂഹം മാറാത്തത്. പേഴ്സണലി മെസ്സേജ് വഴി വരെ ഞാൻ തെറിവിളി കേട്ടു. സ്വർണമിടാത്തത് ആയിരുന്നു അവരുടെ പ്രശ്നം. നീ ആരാണെന്നാണ് നിന്റെ വിചാരം? ഇതൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട അവകാശമാണ്. അവകാശം ചോദിച്ചു വാങ്ങാത്തതുകൊണ്ടാണ് ഞാൻ ചീത്തവിളി കേട്ടത്. ഭയക്കണം, സമൂഹത്തെ ഭയക്കണമെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. ചെറിയ ചെറിയ സ്വർണ്ണാഭരണങ്ങൾ ഇടുന്നയാളാണ് ഞാൻ. വിവാഹ ദിവസത്തേക്ക് മാത്രമായി എന്തിന് സ്വർണം വാങ്ങണമെന്ന് കരുതി ഞാൻ പിന്നീട് അത് ഉപയോഗിക്കുക പോലുമില്ല. കുപ്പിവള പോലുള്ളവയാണ് എനിക്ക് താല്പര്യം. ഞാൻ ഇടുന്നത് ഞാൻ വാങ്ങിയാൽ പോരെ. ഒരു കുറ്റബോധം പോലുമില്ല. ഇതൊക്കെ നമ്മുടെ അവകാശമാണെന്നാണ് പറഞ്ഞത്. നീയൊക്കെ എവിടുന്നാണ് വരുന്നത്? അത് നമ്മുടെ അവകാശമാണെന്നാണ് ഒരു സ്ത്രീ എനിക്ക് മെസ്സേജ് അയച്ചത്. ചില മെസ്സേജുകൾക്ക് ഞാൻ നല്ലത് കൊടുക്കും. സ്വർണം ഇട്ട് ചെന്നാൽ മാത്രമേ ഭർത്താവിൻ്റെ വീട്ടിൽ വില കിട്ടൂ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ സ്വർണം ഇട്ട് കയറി ചെന്നിട്ട് കിട്ടുന്ന വില യഥാർത്ഥ വിലയാണോ? എൻ്റെ ചിന്തയുടെ പ്രശ്നമാണോ എന്ന് പോലും ഒരു പോയിന്റിൽ ഞാൻ ചിന്തിച്ചു പോയി എന്നും ഗൗരി കൃഷ്ണൻ പറഞ്ഞു.